ക്ലബ് ട്രാവലറിൻ്റെ ക്രൂയിസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രൂയിസിൻ്റെ കപ്പിത്താൻ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളാണ് റമീസ് രാജ. എൻ്റെ പേര് റമീസ് എന്നാണ്. ഞാനിവിടെ ക്രൂയിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 1 to 2 years ആയി ഇവിടെ ക്രൂയിസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൊടിയില്ല, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ക്രൂയിസാണ് കൊടിയില്ല, അതാണ് ഒരു പ്രൊഡക്റ്റ്. പിന്നെ ഇൻ്റർനാഷണൽ നമ്മൾ ദുബായ്, അതേപോലെ സിംഗപ്പൂർ, പിന്നെ എംബസി ക്രൂയിസസ്, അങ്ങനെ പല രീതിയിലുള്ള സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ക്രൂയിസസ്. നമുക്ക് ദുബായിലുള്ളത് റിസോർട്ട് വേൾഡ് 1 എന്ന് പറയുന്ന ക്രൂയിസാണ്. അത് 2-3 കൺട്രി കവർ ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ സിംഗപ്പൂരുള്ളത് റോയൽ കരീബിയൻ്റെ പുതിയ ഷിപ്പായ ആന്തം ഓഫ് ദ സീസ് ആണ് ഒന്ന്. പിന്നെ ചൈനയിലുണ്ട്. ചൈനയിൽ നമ്മൾ റോയൽ കരീബിയൻ്റെ തന്നെ സ്പെക്ട്രം ഓഫ് ദ സീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സ്. പിന്നെ ഇപ്പോൾ ബഡ്ജറ്റ് ചോദിച്ച് വരുന്നവർക്ക് നമ്മൾ സിംഗപ്പൂർ തന്നെ ജെൻഡിങ് ഡ്രീം എന്ന് പറയുന്ന ക്രൂയിസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം റേറ്റ് കുറച്ച് കസ്റ്റമേഴ്സിലായിട്ട് പ്രൊഡക്റ്റ് എത്താം എന്ന രീതിയിലാണ് നമ്മളിത് സെല് ചെയ്യുന്നത്. ക്രൂയിസിനെ പറ്റി പറഞ്ഞാൽ റമീസിന് അറിയാം. കാര്യം ക്രൂയിസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫുഡിൻ്റെ കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റ്സ്, ഇതിനൊക്കെല്ലാം വളരെ മെയിൻലി ഒരു ഫുഡി ആയിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ക്രൂയിസ് ട്രിപ്പുകൾ. റമീസ്, അതിൻ്റെ ഫുഡിനെ പറ്റിയും റെസ്റ്റോറൻറ്റ്സിനെ പറ്റിയും നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സും അല്ല, ഒരു 2 റെസ്റ്റോറൻറ്റ്സ് എന്തായാലും അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അൺലിമിറ്റഡ് ഫുഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ചില കപ്പലിനകത്ത് സ്പെഷ്യലായിട്ടുള്ള ഡൈനിങ്സും കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഷെഫ് കുക്ക് ചെയ്യുന്നതും അങ്ങനെ വരുന്നത്, അതൊക്കെ കസ്റ്റമേഴ്സ് അവിടെ നിന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിനകത്ത് എന്തായാലും 2 റെസ്റ്റോറൻറ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ടാവും. അത് എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും അതിനകത്ത് കിട്ടും. അതായത് വെജ്, നോൺ വെജ്, അങ്ങനെ ഇത് ബുഫേ മോഡലും കിട്ടും. അതേപോലെ ഇപ്പോൾ വെയിറ്റർ സെർവ് ചെയ്യുന്ന രീതിയിലുള്ളതും അവൈലബിൾ ആയിരിക്കും കപ്പലിൻ്റെ അകത്ത്. ഇൻ്റർനാഷണൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല ഷിപ്പിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊഡേലിയ അല്ലെങ്കിൽ റിസോർട്ട് വേൾഡ് അല്ലെങ്കിൽ റോയൽ കരീബിയനിലെല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ കുസിൻ ധാരാളം ഇതായിട്ടുള്ള ഒരു ഷിപ്പാണ്. അതായത് നിങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വേൾഡിലുള്ള പല രീതിയിലുള്ള കാര്യം, നമുക്കിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേൾഡിൽ നിന്ന് പല രാജ്യക്കാരും അതിനകത്തുണ്ടാവും. അതിൽ നിന്നുള്ള പല ടൈപ്പ് ഫുഡുകൾ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് വളരെ നോമിനലായിട്ട് കോസ്റ്റ്, അതെല്ലാം നമ്മുടെ ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ക്രൂയിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ക്രൂയിസിലാണ് നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അവിടെ കൊടുത്താൽ പിന്നെ ₹1 നിങ്ങൾ അഡീഷണൽ അവിടെ കൊടുക്കേണ്ടി വരില്ല. കാര്യം പിന്നീട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ ഐറ്റിനറിയിൽ ഇല്ലാത്ത എന്തെങ്കിലും എക്സ്ട്രാ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബില്ല് കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ക്രൂയിസ് ട്രിപ്പിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വൈഫൈ പാക്കേജാണ്. വൈഫൈ പാക്കേജ് ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും. നോർമലി ഒരു പല ക്രൂയിസിനും ഇപ്പോൾ കൊഡേലിയ എത്രയാണ് ക്രൂയിസ്? കൊഡേലിയയിൽ ബേസിക് പാക്കേജ് വരുന്നത് $5 ആണ്. $5 എന്ന് പറയുമ്പോൾ ഏകദേശം 435 ഇന്ത്യൻ രൂപയാണ് വരാം. അതാണ് ബേസിക് പാക്കേജ്. ഇതേപോലെ പക്ഷേ റോയൽ കരീബിയനിലൊക്കെ വ്യത്യാസമുണ്ട്, അത് റേറ്റ് കൂടുതലായിരിക്കും. റോയൽ കരീബിയനിലൊക്കെ ഒരു $40 നമുക്ക് വൈഫൈ പാക്കേജുകൾ വരും. പിന്നെ മറ്റൊന്ന് ലിക്വറാണ്. ലിക്വർ ഇപ്പോൾ ചില പാക്കേജിൽ നമുക്ക് ലിക്വർ അൺലിമിറ്റഡ് ഇതിനകത്തായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊഡേലിയയിൽ തന്നെ പല ക്യാബിൻസിലും നമുക്ക് അൺലിമിറ്റഡ് ലിക്വർ ആയിരിക്കും നമുക്ക് വരുന്നത്. അതേസമയം റോയൽ കരീബിയൻ, റിസോർട്ട് വേൾഡ് ഇങ്ങനെയുള്ള ഷിപ്പുകളിൽ നമുക്ക് നമ്മളുടെ ക്യാബിൻ അനുസരിച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാൽക്കണി തുടങ്ങി മുകളിലോട്ടുള്ള ക്യാബിൻസിലാണ് നമുക്ക് അൺലിമിറ്റഡ് ലിക്വർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെയിൻലി ക്രൂയിസിൽ പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 nights 4 nights ആണ് നമ്മൾ ക്രൂയിസിൽ പോകുന്നതെങ്കിൽ മോർണിംഗ് ടു ഈവനിങ് അതിനകത്ത് പ്രോഗ്രാംസ് ഉണ്ടാവും. നമുക്ക് അൺലിമിറ്റഡ് പ്രോഗ്രാംസ് ആണ്. അതെല്ലാം ഹൈ എൻഡ് സ്റ്റാൻഡേർഡ്സിലുള്ള തിയേറ്റർ പ്രോഗ്രാംസ് ഉണ്ടാവും, മാജിക് ഷോസ് ഉണ്ടാവും. അതേപോലെ ഒരു കസ്റ്റമർ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ അത്രയും എൻ്റർടൈൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടാവും. ഫുഡ് പാർട്ട് ഉണ്ടാവും. പിന്നെ മേജർ ഒരു അട്രാക്ഷൻ, നിങ്ങളിപ്പോൾ ഒരു കാസിനോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, കാസിനോസിന് നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ക്രൂയിസ് ട്രിപ്പിലുണ്ടാവും. ഇതുവരെ ഞങ്ങൾ ട്രാവൽ ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും, അതേപോലെ ഇനി ട്രാവൽ ചെയ്യാനിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും, ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അടുത്ത വർഷത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും നേരുന്നു.